KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുണ്യഭൂമിയിലെത്തിയവരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. മക്ക ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സൽമാൻ രാജാവ് വൻതുക ധനസഹായം പ്രഖ്യാപിച്ചു. SSF ക്യാമ്പസ് മെമ്പർഷിപ്പ് ദിനം സംസ്ഥാനതല ഉദ്ഘാടനം സർ സയ്യിദ് കോളേജിൽ നടന്നു. മക്ക ദുരന്തത്തിൽ മരണപ്പെട്ട മുഅ്മിനയുടെ ജനാസ ഖബറടക്കി. നടപടിക്രമങ്ങൾക്ക് RSC നേതാക്കൾ നേതൃത്വം നൽകി. ഇരുചക്രവാഹനത്തിന്റെ പിൻസീറ്റിലിരിക്കുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധം. പ്രധാന സാക്ഷി റഫീഖിന്റെ മൊഴിമാറ്റം അബ്ദുൽ നാസർ മഅദനിക്ക് ഗുണം ചെയ്യും. ഫേസ്ബുക്കിൽ ഡിസ്ലൈക്ക് സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് മാർക്ക് സുക്കർബർഗ്. IS തീവ്രവാദ സംഘടനയിൽ ഒരു മലയാളി ചേർന്നതായി കേന്ദ്രം. വാർത്തകൾ വിശദമായി. ബാംഗ്ലൂരു സ്ഫോടനക്കേസിൽ മഅദനിക്കെതിരെ നേരത്തെ മൊഴി നൽകിയ പ്രധാന സാക്ഷിയായ റഫീഖിന്റെ മൊഴിമാറ്റം കേസിൽ നിർണായക വഴിത്തിരിവാകും. സ്ഫോടനക്കേസിൽ ഒന്നാം പ്രതിയായ തടിയന്റെവിട നസീർ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ മഅദനിയെ കണ്ടുവെന്ന് നേരത്തെ മൊഴി നൽകിയെന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെട്ടിരുന്ന കുടക് വീരാജ്പേട്ട സ്വദേശി റഫീഖ് ഇന്നലെ വിചാരണ കോടതിയിൽ സ്വീകരിച്ച നിലപാടാണ് കർണാടക സർക്കാരിനും പോലീസിനും തിരിച്ചടിയായിരിക്കുന്നത്. പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്ന റഫീഖ് 2 ദിവസമായി നടന്ന വിചാരണക്കൊടുവിൽ കോടതിയിൽ മൊഴി നൽകി. തടിയന്റെവിട നസീർ വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കുടക് മടിക്കേരിയിലെ ലാക്കേരിയുള്ള ഇഞ്ചിത്തോട്ടത്തിൽ തൊഴിലാളിയായിരുന്ന റഫീഖ് സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുക്കാനായി രഹസ്യമായി മഅദനി കാറിലെത്തിയത് കണ്ടുവെന്നും തുടർന്ന് കേസിൽ അറസ്റ്റിലായ മഅദനിയെ തിരിച്ചറിയൽ പരേഡിന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തിരിച്ചറിഞ്ഞുവെന്നുമായിരുന്നു കർണാടക പോലീസിന്റെ പ്രധാന ആരോപണം. റഫീഖ് ഇന്നലെ മഅദനിക്ക് അനുകൂലമായി മൊഴി നൽകിയതോടെ വെട്ടിലായിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. മഅദനിയെ കോടതിയിൽ വെച്ചാണ് ആദ്യം കാണുന്നതെന്നും അതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നും റഫീഖ് കോടതിയിൽ വ്യക്തമാക്കി. പോലീസ് തന്നെ ബലമായി ഇംഗ്ലീഷിലെഴുതിയ ചില പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിയെന്നും ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഭീകരവാദ കേസുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ചെയ്യിപ്പിച്ചതെന്നും റഫീഖ് കോടതിയിൽ അറിയിക്കുകയായിരുന്നു. കേസിൽ മറ്റൊരു സാക്ഷിയായിരുന്ന മഅദനി താമസിച്ചിരുന്ന എറണാകുളത്തെ വാടക വീടിന്റെ ഉടമസ്ഥനും മലയാളിയുമായ ജോസ് വർഗീസ് നേരത്തെ തന്നെ കൂറുമാറിയിരുന്നു. കേസിലെ പ്രധാനികളായ 2 സാക്ഷികളുടെ മൊഴിമാറ്റത്തോടെ കേസ് കൂടുതൽ ദുർബലപ്പെട്ടതായാണ് വിലയിരുത്തൽ. അതേസമയം പ്രഭാകരൻ എന്ന കുടകിലെ പ്രാദേശിക BJP നേതാവായ മറ്റൊരു സാക്ഷി മഅദനിക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നേരത്തെ മഅദനിക്കെതിരായ 22 സാക്ഷികളിൽ 9 പേരുടേത് മാത്രമാണ് ഇതുവരെ സാക്ഷി വിസ്താരം പൂർത്തിയായത്. 3 സാക്ഷികളായിരുന്നു പ്രധാനമായും മഅദനിക്കെതിരായി മൊഴി നൽകിയിരുന്നത്. മൂന്നാമത്തെയാൾ BJPക്കാരനാണെന്നും ഇയാൾ മഅദനിക്കെതിരെ വ്യാജമൊഴി നൽകുകയായിരുന്നുവെന്നും അഭിഭാഷകർ നേരത്തെ തന്നെ വാദിച്ചിരുന്നു. ബാംഗ്ലൂരു സ്ഫോടനക്കേസിൽ കുടകിലും എറണാകുളത്തുമായി നടന്ന ഗൂഢാലോചനകളിൽ മഅദനി പങ്കെടുത്തെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. റഫീഖിനു പുറമെ പ്രഭാകരനും യോഗാനന്ദ മഞ്ജുനാഥ് എന്നിവരും കുടകിൽ മഅദനി രഹസ്യമായി സന്ദർശനം നടത്തിയെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. കോയമ്പത്തൂർ കേസ് പോലെ ബാംഗ്ലൂരു സ്ഫോടനക്കേസും തനിക്കെതിരെ ആസൂത്രിതമായ കെട്ടിച്ചമച്ചതാണെന്നാണ് മഅദനിയുടെ നിലപാട്. ഇരുചക്രവാഹനങ്ങളുടെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഹെൽമറ്റ് നിർബന്ധമില്ലെന്ന സർക്കാർ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. ഹെൽമറ്റ് നിർബന്ധമാക്കിയുള്ള ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. 2003 സർക്കാർ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. റോഡപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഫോർട്ട് കൊച്ചി സ്വദേശി TU രവീന്ദ്രന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് V ചിദംബരേഷിന്റെ ഉത്തരവ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 129 വകുപ്പനുസരിച്ച് പിൻസീറ്റിലുള്ളവർ ഹെൽമറ്റ് ധരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഇതിന് വിരുദ്ധമായ സർക്കാർ ഉത്തരവ് ഭരണഘടനാ ലംഘനവും മോട്ടോർ വാഹന നിയമത്തിന്റെ ലംഘനവുമാണെന്ന് ആരോപിച്ചായിരുന്നു ഹർജി.
ഫേസ്ബുക്കിൽ ഇനി ലൈക്ക് ചെയ്യൽ മാത്രമല്ല ഡിസ്ലൈക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ്. വളരെ കാലമായുള്ള ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ ആവശ്യമാണ് ഡിസ്ലൈക്ക് ചെയ്യാനും കഴിയണമെന്നുള്ളത്. മറ്റൊരാളെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല ഡിസ്ലൈക്ക് സൌകര്യം ഒരുക്കുന്നതെന്ന് സുക്കർബർഗ് വ്യക്തമാക്കി. ദുഃഖവാർത്തകളുടെ പോസ്റ്റുകളിൽ ലൈക്ക് അടിക്കുന്നത് ഉചിതമല്ലെന്നതുകൊണ്ടാണ് ഇത്തരമൊരു സൌകര്യം ഒരുക്കുന്നതെന്നും സുക്കർബർഗ് അറിയിച്ചു. യൂട്യൂബിലാണ് നിലവിൽ ഡിസ്ലൈക്ക് ബട്ടണുള്ളത്. ഫേസ്ബുക്കിലും ഡിസ്ലൈക്ക് ഓപ്ഷൻ വരുന്നത് സെലിബ്രിറ്റികൾക്ക് പാരയാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയിൽ ഒരു മലയാളി ചേർന്നതായി കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ സ്ഥിരീകരണം. ഇതു സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് സ്വദേശിയായ യുവാവ് സിറിയയിലാണെന്നാണ് സൂചന. ഐഎസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെ UAE മടക്കി അയച്ചിരുന്നു. ഇതിൽ 4 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 2 പേർ കരിപ്പൂരിലും മറ്റ് 2 പേർ തിരുവനന്തപുരത്തുമാണ് വിമാനമിറങ്ങിയത്. തീവ്രവാദ ബന്ധം ആരോപിച്ച് ഗൾഫിൽ നിന്ന് തിരിച്ചയക്കുന്നവർ കർശന നിരീക്ഷണത്തിലാണ്. പൊടിമോന്റെ ഇടനെഞ്ചിൽ വിനയകുമാറിന്റെ ഹൃദയം മിടിച്ചു തുടങ്ങി. കോട്ടയം മെഡിക്കൽ കോളേജിന് ചരിത്ര നേട്ടം. വിശദമായ റിപ്പോർട്ടിലേക്ക്. 50-കാരനായ പൊടിമോന്റെ ഇടനെഞ്ചിൽ 40-കാരൻ വിനയകുമാറിന്റെ ഹൃദയം തുടിച്ചു തുടങ്ങിയതോടെ 45 വർഷം പിന്നിട്ട കോട്ടയം മെഡിക്കൽ കോളേജ് ചുവടുവച്ചത് ചരിത്ര നേട്ടത്തിലേക്ക്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയത്ത് വിജയകരമായി നടന്നു. ചെലവ് കുറഞ്ഞ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന നേട്ടമാണ് ഇവിടുത്തെ കാർഡിയോ തൊറാസിക് വിഭാഗം സാധ്യമാക്കിയത്. ഹൃദയം ഏറ്റുവാങ്ങിയ പത്തനംതിട്ട ചിറ്റാർ വയ്യാറ്റുപുഴ വാലുപറമ്പിൽ പൊടിമോൻ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. തുന്നിച്ചേർത്ത ഹൃദയം ശരീരം സ്വീകരിക്കേണ്ട ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൊച്ചി ലൂർദ് ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച എറണാകുളം പടിഞ്ഞാറെ കടുങ്ങല്ലൂർ തെക്കുമുട്ടത്ത് വിനയകുമാറിന്റെ ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിന് ലഭിക്കുമെന്ന വിവരം മൃതസഞ്ജീവനി കോഓർഡിനേറ്റർ ജിമ്മി ജോർജ് അറിയിച്ചതോടെ അവസരത്തിന് ഒത്തു ഉയരുകയായിരുന്നു ഡോക്ടർമാരും ജീവനക്കാരും. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് അങ്ങനെ 12 മണിക്കൂർ നീളുന്ന നടപടിക്രമങ്ങൾ തുടങ്ങി. ഹൃദയം മാറ്റിവെക്കലിന് കാത്തിരുന്ന പൊടിമോനെ ആശുപത്രിയിലേക്ക് വിളിച്ചുവരുത്തി. പൊടിമോൻ എത്തിയ ശേഷം 6:30-ന് ഹൃദയം ശേഖരിക്കാൻ മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സംഘം കൊച്ചി ലൂർദ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. രാത്രി 12:30-ന് സംഘം വിനയകുമാറിന്റെ ശരീരത്തിൽ നിന്ന് ഹൃദയം വേർപെടുത്തുന്ന ശസ്ത്രക്രിയ ആരംഭിച്ചു. കാർഡിയോ തൊറാസിക് വിഭാഗത്തിലെ ഡോക്ടർ ദീപ, ഡോക്ടർ സഞ്ജയ്, ഡോക്ടർ അഷറഫ് എന്നിവരും പങ്കാളികളായി. ചൊവ്വാഴ്ച പുലർച്ചെ 3:30-ന് ശേഖരിച്ച ഹൃദയവുമായി ലൂർദ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട ഡോക്ടർമാർ 4:30-ന് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. സംഘം തൃപ്പൂണിത്തുറ വരെ എത്തിയെന്ന സന്ദേശം ലഭിച്ചതോടെ തൊറാസിക് വിഭാഗം ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടപടി ആരംഭിച്ചു. ഹൃദയവുമായി ആംബുലൻസ് എത്തിയപ്പോൾ തന്നെ പൊടിമോനെ ബൈപ്പാസ് മിഷനിലേക്ക് മാറ്റി. പൊടിമോന്റെ ഹൃദയം ശരീരത്തിൽ നിന്ന് വേർപെടുത്തി പുലർച്ചെ 6-ന് പെട്ടിയിലാക്കി കൊണ്ടുവന്ന വിനയകുമാറിന്റെ ഹൃദയം വെച്ചുപിടിപ്പിച്ചു. രാവിലെ 7 മണിക്ക് ശസ്ത്രക്രിയക്കായി തുറന്ന നെഞ്ച് കൂട്ടിക്കെട്ടി 9-ഓടെ പൊടിമോനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജിന് പോകുന്നവരുടെ അവസാന സംഘം നാളെ പുറപ്പെടും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി എയർ ഇന്ത്യ നടത്തുന്ന ഹജ്ജ് സർവീസുകളുടെ അവസാന വിമാനം നാളെ ജിദ്ദയിലെത്തുന്നതോടെ ഇത്തവണ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഹജ്ജാജിമാരും വിശുദ്ധ നഗരത്തിൽ എത്തിച്ചേരും. ഹജ്ജ് യാത്രക്കാർക്കായി ഈ മാസം 2 മുതൽ 17 വരെ 20 സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുന്നത്. ഇന്നും നാളെയുമായി 894ഓളം പേർ ഹജ്ജിന് യാത്ര തിരിക്കും. ഇതിൽ 340 പേർ ഇന്ന് യാത്ര പുറപ്പെട്ടു. ഇന്ന് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI 5435 വിമാനത്തിൽ 162 പുരുഷന്മാരും 178 സ്ത്രീകളുമാണുള്ളത്. കോഴിക്കോട് 169, മലപ്പുറം 4, പാലക്കാട് 52, തൃശൂർ 18, തിരുവനന്തപുരം 20, വയനാട് 77 എന്നിങ്ങനെയാണ് യാത്രക്കാർ. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാന സർവീസുകളിൽ ആദ്യത്തെ 19 എണ്ണവും ജിദ്ദയിലേക്ക് നേരിട്ടാണ് നടത്തിയത്. ഒരു സർവീസ് മാത്രമാണ് മുംബൈ വഴി ജിദ്ദയിലേക്ക് സർവീസ് നടത്തിയത്. 17-ന് മുംബൈ വഴി പോകുന്ന വിമാനം ഹജ്ജ് യാത്ര തുടങ്ങിയ ശേഷം ഏർപ്പെടുത്തിയ പ്രത്യേക സർവീസാണ്. ഹജ്ജ് സർവീസ് നടത്തിയ എയർ ഇന്ത്യക്ക് യാത്രക്കാരുടെ പ്രശംസ, കൃത്യതയാർന്ന സർവീസുകളും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുമാണ് ഇത്തവണത്തെ എയർ ഇന്ത്യ സർവീസുകൾക്ക് പ്രശംസ ലഭിക്കാൻ കാരണമായത്. 20 സർവീസുകളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി എയർ ഇന്ത്യ ഹജ്ജ് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഈ സർവീസുകളിൽ യാത്ര ചെയ്ത ഹാജിമാരെ സഹായിക്കുന്നതിന് എയർ ഇന്ത്യ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്നുള്ള ഹജ്ജ് ക്യാമ്പിൽ പ്രത്യേക കൌണ്ടർ തന്നെ തുറന്ന് പ്രവർത്തിച്ചു.
എയർ ഇന്ത്യ സ്റ്റേഷൻ മാനേജർ പാട്രിക് സവ്യൂറിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും ഈ കൌണ്ടറിൽ പ്രവർത്തിച്ചിരുന്ന 15ഓളം ജീവനക്കാർ ക്യാമ്പിൽ എത്തുന്ന ഹാജിമാരുടെ ബാഗേജുകൾ ക്യാമ്പിൽ വെച്ച് തന്നെ ക്ലിയറൻസ് ചെയ്ത് വിമാനത്താവളത്തിൽ എത്തിക്കുന്ന ജോലികൾ ചെയ്തു. കൂടാതെ ഹാജിമാർക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആവശ്യമായ ബോർഡിംഗ് പാസും ക്യാമ്പിൽ വെച്ച് വിതരണം ചെയ്തു. ഇത് ഹാജിമാർക്കും എയർ ഇന്ത്യ ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമായി. സമയബന്ധിതമായി എയർ ഇന്ത്യ ജീവനക്കാർ പ്രവർത്തിച്ചതുമൂലം എല്ലാ ദിവസവും നിശ്ചയിച്ച സമയത്തേക്കാൾ 20 മിനിറ്റ് മുമ്പെങ്കിലും വിമാനങ്ങൾ പുറപ്പെടാൻ കഴിഞ്ഞിരുന്നു. 5.5 മണിക്കൂറോളം യാത്രയുള്ള ഈ സർവീസിൽ ഹാജിമാർക്ക് 3 നേരം ഭക്ഷണം നൽകിയിരുന്നു. വിമാനം പുറപ്പെടുന്നതിനു മുമ്പ് ഉച്ചഭക്ഷണവും വൈകിട്ട് സ്നാക്സും യാത്ര അവസാനിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണ പാക്കറ്റുമാണ് നൽകിയിരുന്നത്. ഹജ്ജ് കമ്മിറ്റിയുമായി ചർച്ച നടത്തി കേരള ഭക്ഷണമാണ് ഹാജിമാർക്ക് നൽകിയത്. വീൽചെയറിൽ സഞ്ചരിച്ച ഹാജിമാർക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രായമായ ഹാജിമാർക്ക് വിമാനത്തിൽ മുൻനിര സീറ്റുകളാണ് നൽകിയത്. എല്ലാ വർഷവും എയർ ഇന്ത്യ ഏറെ പരാതി കേട്ടിരുന്ന സംസം വെള്ളം വിതരണം ഇത്തവണ വളരെ നേരത്തെ ഹജ്ജ് ക്യാമ്പിലെത്തിക്കാൻ കഴിഞ്ഞതും എയർ ഇന്ത്യ സർവീസിന്റെ മികച്ച പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. യൂണിറ്റ് മാനേജർ പാട്രിക് സേവ്യർ, കോർഡിനേറ്റർ ബീന കെ ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ എയർ ഇന്ത്യയുടെ സൽപ്പേര് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. മലബാർ മേഖലയിൽ ഹോട്ടൽ വ്യവസായത്തിന് പുതിയ ഉണർവുണ്ടാക്കിയ കോഴിക്കോട് സാഗർ ഹോട്ടൽ ഉടമ കുന്നമംഗലം KT ഹംസ ഹാജി ഇനി ഓർമ്മ. ദീർഘകാലമായി അസുഖബാധിതനായിരുന്ന ഹാജിയാർ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. പതിമംഗലം അങ്ങാടിയിൽ ചെറിയ കഞ്ഞിപ്പീടിക നടത്തിയാണ് ഹോട്ടൽ രംഗത്തേക്ക് ഹാജിയാർ കടന്നുവന്നത്. പിന്നീട് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലായി കുന്നമംഗലത്ത് പരിവാർ ആരംഭിക്കുകയും ഇതിൽ നിന്ന് ഹോട്ടൽ വ്യവസായത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ പഠിച്ച് കോഴിക്കോട് നഗരത്തിൽ KSRTCക്ക് സമീപം സാഗർ ഹോട്ടൽ ആരംഭിച്ചതോടെ ഇദ്ദേഹം പ്രശസ്തനാവുകയുമായിരുന്നു. മറ്റു ജില്ലക്കാർക്ക് കോഴിക്കോടിന്റെ രുചിക്കൂട്ട് അദ്ദേഹം കണ്ടെത്തി നൽകുകയായിരുന്നു. തനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു വിഹിതം പാവങ്ങളെ സഹായിക്കുവാൻ ഇദ്ദേഹം നീക്കിവച്ചിരുന്നു. കുന്നമംഗലം സുന്നി ജുമാ മസ്ജിദിന്റെയും മദ്രസയുടെയും സമീപ മഹല്ലുകളിലെ നിരവധി മസ്ജിദുകളുടെയും സുന്നി സ്ഥാപനങ്ങളുടെയും നിർമ്മാണത്തിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു. സുന്നി മർക്കസിന്റെ ആരംഭകാലത്ത് സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിലേക്ക് അകമഴിഞ്ഞ് സഹായം നൽകിയ വ്യക്തിയായിരുന്നു ഹാജിയാർ. സുന്നി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. കുന്നമംഗലം സുന്നി ജുമാ മസ്ജിദിൽ നടന്ന മയ്യിത്ത് നിസ്കാരത്തിന് മൂത്തമകൻ അബ്ദുൽ ഗഫൂർ നേതൃത്വം നൽകി. മന്ത്രി MK മുനീർ, MLAമാരായ PT റഹീം, VM ഉമർ മാസ്റ്റർ, PK ബഷീർ, എളമരം കരീം, C മോയിൻകുട്ടി, കോഴിക്കോട് വലിയ ഖാദി, DCC പ്രസിഡന്റ് KC അബു, CPM നേതാവ് TP ബാലകൃഷ്ണൻ നായർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, അബ്ദുൽ നാസർ അഹ്സനി തുടങ്ങിയ പ്രമുഖർ വീട്ടിലെത്തിയിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. മക്കയിലെ ക്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ ചുമതലയുള്ള സൌദി ബിൻ ലാദൻ ഗ്രൂപ്പിന് പുതിയ കരാറുകൾ നഷ്ടമാവും. അതേസമയം മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും സൽമാൻ രാജാവ് വൻതുക സഹായധനം പ്രഖ്യാപിച്ചു. മക്കയിലെ ക്രെയിൻ അപകടത്തിൽ നിർമ്മാണ ചുമതലയുള്ള ബിൻ ലാദൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. കാലാവസ്ഥ മനസ്സിലാക്കി സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വന്നതായാണ് റിപ്പോർട്ട്. ശക്തമായി കാറ്റടിച്ചതാണ് അപകട കാരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പണി നടക്കാത്ത സാഹചര്യത്തിൽ ക്രെയിനിന്റെ മുകൾ ഭാഗം താഴ്ത്തിവെക്കണം. ഇതിൽ കമ്പനി വീഴ്ച വരുത്തി. അന്വേഷണം തീരുന്നതുവരെ നിർമ്മാണ കമ്പനിയായ സൌദി ബിൻ ലാദൻ ഗ്രൂപ്പിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് വിദേശയാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തി. എഞ്ചിനീയർ ബക്കർ ബിൻ മുഹമ്മദ് ബിൻ ലാദൻ ഉൾപ്പെടെ ഹറം വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥർക്കും വിദേശയാത്ര വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ക്രെയിനുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും നിർദ്ദേശമുണ്ട്. കമ്പനിക്ക് കീഴിൽ രാജ്യത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സുരക്ഷ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ധനമന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. അതോടൊപ്പം അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പുതിയ സർക്കാർ പദ്ധതികളുടെ കരാർ നൽകരുതെന്നും റോയൽ കോർട്ട് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ഹറമിലുണ്ടായ ക്രെയിൻ അപകടത്തിൽ 111 പേർ മരിക്കുകയും 240 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ക്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടവർക്കും നിത്യവൈകല്യം സംഭവിച്ചവർക്കും 10 ലക്ഷം റിയാൽ വീതവും പരിക്കേറ്റവർക്ക് 5 ലക്ഷം റിയാൽ വീതവും സൌദി ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ചു. കൂടാതെ മരിച്ചവരുടെ 2 ബന്ധുക്കൾക്ക് അടുത്ത വർഷം രാജാവിന്റെ അതിഥിയായെത്തി ഹജ്ജ് ചെയ്യാനും അവസരം നൽകും. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ അവസരമൊരുക്കും. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സഹായികളായി ബന്ധുക്കളെ കൊണ്ടുവരുന്നതിനായി സന്ദർശക വിസ അനുവദിക്കുമെന്നും സൌദി റോയൽ കോർട്ട് അറിയിച്ചു. അലി AR നഗർ, KMS ന്യൂസ്, ജിദ്ദ.
വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുണ്യഭൂമിയിലെത്തിയ വിദേശ തീർത്ഥാടകരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം വരെ 9,67,249 തീർത്ഥാടകർ രാജ്യത്തെത്തിയിട്ടുണ്ടെന്നാണ് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട കണക്ക്. ഇതിൽ 9,40,234 പേർ വിമാനം വഴിയും 17,427 പേർ കരമാർഗവും 9,588 പേർ കപ്പൽ വഴിയുമാണ് എത്തിയത്. മുൻവർഷം ഇതേ കാലയളവിലെത്തിയവരെക്കാൾ 16,153 തീർത്ഥാടകർ കുറവാണിത്, അഥവാ 2%. കര, വ്യോമ, കടല് വഴി തീർത്ഥാടകരുടെ വരവ് തുടരുകയാണ്. ഹജ്ജ് ദിനങ്ങൾ അടുത്തതോടെ ജിദ്ദ, മദീന വിമാനത്താവളം വഴി തീർത്ഥാടകരെയും വഹിച്ചെത്തുന്ന വിമാനങ്ങളുടെ എണ്ണവും കൂടി. ഈ വർഷം 13 ലക്ഷം വിദേശ ഹാജിമാരും 5 ലക്ഷം ആഭ്യന്തര ഹാജിമാരുമാണ് എത്തുന്നത്. ഹറം വികസന പ്രവർത്തികൾ സൌദിക്കകത്തുനിന്നും പുറത്തുനിന്നും വരുന്ന ഹാജിമാരുടെ കോട്ടയിൽ വരുത്തിയ നിയന്ത്രണത്തിൽ അടുത്ത വർഷം മുതൽ അയവ് വരുത്തുമെന്ന് സൌദി ഹജ്ജ് കാര്യമന്ത്രി ഡോക്ടർ ബന്ദർ മുഹമ്മദ് ഹജ്ജാർ വ്യക്തമാക്കി. ഹറമിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതോടെ നിയന്ത്രണം പൂർണ്ണമായും എടുത്തുകളയും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം പേർക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിവിധ പ്രവേശന കവാടങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഹജ്ജ് നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്നതിന് മക്കയുടെ വിവിധ ഭാഗങ്ങളിലും ഹജ്ജ് അനുഷ്ഠാന സ്ഥലങ്ങളിലും സ്ഥാപിച്ച 5000 ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയതായി ഹാജിമാരുടെ സുരക്ഷയ്ക്കായി മിനായിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രണ കേന്ദ്രം മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് അൽ ഖുലൈവി അറിയിച്ചു. സമാധാനപരമായും സുരക്ഷിതമായും ഹജ്ജ് നിർവഹിക്കാൻ ഹാജിമാർക്ക് സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഹറമിന്റെയും ഹജ്ജ് അനുഷ്ഠാന സ്ഥലങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് ഹജ്ജ് ചടങ്ങുകൾ തുടങ്ങുന്നതോടെ വരും ദിനങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും. ഇതിനായി മൊത്തം 9,000 ക്യാമറകൾ വേണ്ടിവരും. കഴിഞ്ഞ വർഷങ്ങളിൽ ക്യാമറ നിരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നു. അതിനൂതനമായ കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് ക്യാമറകൾ പ്രവർത്തിക്കുന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ക്രെയിൻ തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച കേരളത്തിൽ നിന്നുള്ള പാലക്കാട് സ്വദേശിനി മുഅ്മിന ഇസ്മായിലിന്റെ മൃതദേഹം ജന്നത്തുൽ മുഅല്ലയിൽ ഇന്നലെ ഖബറടക്കി. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ITL എന്ന സ്വകാര്യ ഗ്രൂപ്പിൽ കഴിഞ്ഞ ആഴ്ച എത്തിയതായിരുന്നു മുഅ്മിന. ഭർത്താവ് ഇസ്മായിൽ ഒപ്പമുണ്ടായിരുന്നു. മക്കയിലെ മുഅസ്സിമിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ജനാസ ഇന്നലെ വൈകിട്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി ഇശാനിസ്കാരത്തിന് ശേഷം ജന്നത്തുൽ മുഅല്ലയിൽ ഖബറടക്കി. ഹറം പരിസരത്ത് മലയാളികൾ ഖബറടക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. മരണാനന്തര കർമ്മങ്ങൾക്കും നിയമ നടപടികൾക്കും രേഖകൾ ശരിയാക്കുന്നതിനും RSC ഹജ്ജ് വണ്ടിയർ നേതാക്കളായ സൈദലവി സഖാഫി, മുഹമ്മദ് ഹനീഫ് അമാനി, ഗ്രൂപ്പ് അമീർ അഫ്ഫാൻ, കേന്ദ്ര സർക്കാർ ഹജ്ജ് ഓഫീസർ ഉസ്പൈസുദ്ദീൻ, അക്ബർ, മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
SSF ക്യാമ്പസ് മെമ്പർഷിപ്പ് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കണ്ണൂർ സർ സയ്യിദ് കോളേജിൽ നടന്നു. ഉച്ചയ്ക്ക് നടന്ന പരിപാടിയിൽ SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി M. അബ്ദുൽ മജീദ് അരിയല്ലൂർ മെമ്പർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാന ക്യാമ്പസ് സെക്രട്ടറി ഡോക്ടർ നൂറുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറി K. അബ്ദുറഷീദ് നരിക്കോട്, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അമാനി, അബ്ദുൽ ഹക്കീം സഖാഫി, സിറാജുദ്ദീൻ MK തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. സെപ്റ്റംബർ 10 മുതൽ 20 വരെയായി നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് ലഘുലേഖ വിതരണം, പോസ്റ്റർ പ്രചാരണം, കൊളാഷ് പ്രദർശനം, ഒപ്പുശേഖരണം, പ്രഭാഷണം എന്നിവ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ജില്ലയിലെ 40 ക്യാമ്പസുകളിൽ എല്ലാ പ്രവർത്തക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണം നടന്നു. മർക്കസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ നിയാസ് ചോലയെയും ഏനപ്പുഴ ഡെന്റൽ കോളേജിൽ നിന്നും 1ാം റാങ്കോടെ BDS പാസായ മർക്കസ് പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് മുസ്തഫയെയും അനുമോദിച്ചു. സയ്യിദ് ജൈനുൽ ആബിദീൻ തങ്ങൾ പൊന്നാടയണിയിച്ചു. ബാദുഷാ സഖാഫി, അബ്ദുറഹ്മാൻ നരിക്കുനി, സയ്യിദ് സ്വാലിഹ് ജഫ്രി, ഹൈദരലി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. മർക്കസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ മതപണ്ഡിതർക്കായി സംഘടിപ്പിക്കുന്ന പണ്ഡിത ദർസിന്റെ 4ാം ഘട്ടം നാളെ ഉച്ചയ്ക്ക് 2:30 മർക്കസ് ലൈബ്രറി കൺവെൻഷൻ സെന്ററിൽ നടക്കും. ദർസിന് കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഖത്തീബുമാർ, ഇമാമുമാർ, മുദരിസുമാർ തുടങ്ങിയവർ ഇതിനകം മർക്കസ് പണ്ഡിത ദർസിൽ പങ്കെടുത്തു കഴിഞ്ഞു. സമകാലിക കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വിശദമായ പഠനങ്ങളാണ് ആഴ്ചതോറും സംഘടിപ്പിക്കുന്ന പണ്ഡിത ദർസിൽ നടക്കുന്നത്. സംശയ നിവാരണത്തിനും അവസരമുണ്ട്. ഉലുഹിയത്ത്, ബലിപെരുന്നാൾ, ഹക്കീക്കത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ദർസാണ് നാളെ നടക്കുന്നത്. ദീനീ ദഅ്വ രംഗത്ത് നിഖില മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിക്കാനാവശ്യമായ കഴിവും കരുത്തും ആർജിക്കാൻ മതവിദ്യാർത്ഥികൾ ശ്രദ്ധാലുക്കളാകണമെന്ന് മർക്കസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. ഇഹ്യാ സുന്നയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VPM ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാവൂർ അബ്ദുൽ കരീം ഫൈസി, സയ്യിദ് സുഹൈൽ മഷ്ഹൂർ തങ്ങൾ തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുണ്യഭൂമിയിലെത്തിയവരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. മക്ക ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സൽമാൻ രാജാവ് വൻതുക ധനസഹായം പ്രഖ്യാപിച്ചു. ഇരുചക്രവാഹനത്തിന്റെ പിൻസീറ്റിലിരിക്കുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധം. ഫേസ്ബുക്കിൽ ഡിസ്ലൈക്ക് സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് മാർക്ക് സുക്കർബർഗ്. IS തീവ്രവാദ സംഘടനയിൽ ഒരു മലയാളി ചേർന്നതായി കേന്ദ്രം. പ്രധാന സാക്ഷി റഫീഖിന്റെ മൊഴിമാറ്റം അബ്ദുൽ നാസർ മഅദനിക്ക് ഗുണം ചെയ്യും. SSF ക്യാമ്പസ് മെമ്പർഷിപ്പ് ദിനം സംസ്ഥാനതല ഉദ്ഘാടനം സർ സയ്യിദ് കോളേജിൽ നടന്നു. മക്ക ദുരന്തത്തിൽ മരണപ്പെട്ട മുഅ്മിനയുടെ ജനാസ ഖബറടക്കി. നടപടിക്രമങ്ങൾക്ക് RSC നേതാക്കൾ നേതൃത്വം നൽകി. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.